ഡിയർ വെൽക്കം ബാക്ക് ടു ഓർഗാനിക്സ്. മകളെ വളരെ കുറഞ്ഞ സമയം ഒരു 6 മിനിറ്റ് കൊണ്ട് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൗൾസ് ലോ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരെന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. റൗൾസ് ലോ എന്ന ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാ നമ്മൾ ജനറലി വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. റൗൾസ് ലോ ഡീവിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. റൗൾസ് ലോ ഡീവിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഒന്നാമത് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാ വിളിക്കുക. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അതവിടെ കഴിഞ്ഞു. രണ്ടാമത്, വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോർട്ട് ബൈ എ മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ? രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്ന് ക്ലോറോഫോമും അസറ്റോണും, ഒന്ന് ക്ലോറോഫോമും അസറ്റോണും, പിന്നെ എത്തനോളും അസറ്റോണും, അല്ലെങ്കിൽ എത്തനോളും വാട്ടർ. ക്ലോറോഫോമും അസറ്റോണും ചേർന്നാണ് മക്കൾ ശ്രദ്ധിച്ചോ. ക്ലോറോഫോമും CH ആണ് ക്ലോറോഫോം. ക്ലോറോഫോമും അസറ്റോണും ചേർന്നാണ്. ക്ലോറോഫോമും അസറ്റോണും ചേർന്നാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് മക്കളെ. നെഗറ്റീവ് ഡീവിയേഷൻ അത് ഓർമ്മിച്ചോ. ക്ലോറോഫോം അസറ്റോൺ എന്ന് എവിടെയും കണ്ടാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. എത്തനോൾ വാട്ടർ എന്ന് കണ്ടാൽ, എത്തനോൾ വാട്ടർ എന്ന് മക്കള് കാണുകയാണെങ്കിൽ, എത്തനോൾ വാട്ടർ കണ്ടാൽ മക്കളെ മനസ്സിലാക്കുക അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. എത്തനോളും അസറ്റോണും കണ്ടാൽ അതെന്താ? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ പറഞ്ഞോ, ക്ലോറോഫോമും അസറ്റോണും ഏത് ഡീവിയേഷനാ? നെഗറ്റീവ്. അതൊക്കെ പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണ്ട. ക്ലോറോഫോമും അസറ്റോണും നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എത്തനോളും വാട്ടർ എന്ത് ഡീവിയേഷനാ? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. എത്തനോളും അസറ്റോണും എന്ത് ഡീവിയേഷനാ? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പഠിച്ചു. യെസ്. ഒരു ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ടൊക്കെ സ്വല്ലിയൂല്ലേ? ഉണക്കമുന്തിരി വെള്ളത്തിലേക്ക് ഇട്ടാൽ സ്വല്ലിയും വികസിച്ച് വരൂലേ? എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്? ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പൊ എന്താ? വെൻ റെസിൻസ് ആർ കെപ്റ്റ് ഇൻ വാട്ടർ, റെസിൻ അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിൽ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് സ്വല്ല് ചെയ്യുന്നു. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ഓസ്മോസ്. ഒറ്റ ആൻസർ ചെയ്താൽ മതി. ഇങ്ങനെ നടക്കാൻ കാരണം എന്താ? ഓസ്മോസിസ് ആണ്. ഓക്കെ, യെസ്. Which of the following is reason for low concentration of oxygen in blood? അതായത് ഹിൽ ടോപ്പിൽ താമസിക്കുന്നവർക്ക് ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും എന്നാ പറയുന്നത്. കുന്നിന് മുകളിൽ താമസിക്കുന്നവർക്ക്, ഊട്ടി പോലുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്. അവിടെ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കുറവാണ്. അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കുറയുന്ന സമയത്ത് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ അളവ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ അല്ലേ? അപ്പോ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കുറയുന്ന സമയത്ത് അവർ വലിച്ചെടുക്കുന്ന ഓക്സിജൻ പ്രഷർ കുറവാണ്. തീർച്ചയായിട്ടും അവര് വലിച്ചെടുക്കുന്ന അന്തരീക്ഷത്തിലെ വാതകങ്ങൾക്ക് എന്ത് കുറവാ? പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവാകും ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയും. ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ ഡെഫിഷ്യൻസി വരും. സോ എന്താ? ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. യെസ്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? 4 എണ്ണമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. യെസ്, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. Give any one example for ideal solution. Simple example, benzene and toluene. Benzene plus toluene. Ideal solution example ഏതാണെന്ന് വെച്ചാൽ ബെൻസീനും ടൊളീനും ആണ്. ക്ലിയർ അല്ലേ? യെസ്. Define osmotic pressure. The excess pressure that is used to prevent osmosis. Osmosis prevent ചെയ്യാൻ ആവശ്യമായ പ്രഷർ വിളിക്കുന്ന പേരെന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായ പ്രഷർ വിളിക്കുന്ന പേരെന്താ? ഓസ്മോട്ടിക് പ്രഷർ. The excess pressure that applied on the liquid surface to prevent osmosis. Osmosis prevent ചെയ്യാൻ ആവശ്യമായ പ്രഷർ ആണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനും കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ, കടൽ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ പറയാൻ എന്താ? അതെന്താ? റിവേഴ്സ് ഓസ്മോസിസ് ആണ്. നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും തിയറി, റിവേഴ്സ് ഓസ്മോസിസ് തിയറി എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. 1 ലിറ്റർ വോളിയം 1 ലിറ്റർ ആണ്. വോളിയം 1 ലിറ്റർ ആണ്. മാസ് WB 1.2 ഗ്രാം ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ. മോളാർ മാസ് തന്നിട്ടുണ്ട് 1.2 × 10⁻³ ആണ്.
കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ കാണാൻ ഇക്വേഷൻ ആണ് പൈ ഈസ് ഈക്വൽ ടു WB/MB ഇൻറ്റു RT/V എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. WB എത്തിയ 1.25 ആണ്, R എത്തിയ 0.083 ആണ്, T എത്തിയ 300 ആണ്. ക്ലിയർ അല്ലേ? MB മോളാർ മാസ് എത്രയാ? 1.2 × 10⁻³ ആണ്. വോളിയം എത്ര? 1 ലിറ്റർ ആണ് നമുക്കറിയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും ഓസ്മോട്ടിക് പ്രഷർ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? യെസ്. അടുത്ത് ഡിഫൈൻ വാൻ ഹോഫ് ഫാക്ടർ. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് വാൻ ഹോഫ് ഫാക്ടർ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കറക്റ്റ് ചെയ്യുക. To correct the colligative property enhanced by molar mass, a factor which is used to correct the colligative property. Colligative property correct ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ വിളിക്കുന്ന പേരെന്താ? വാൻ ഹോഫ് ഫാക്ടർ ആണ്. യെസ്. KCl വാൻ ഹോഫ് ഫാക്ടർ കാണാൻ പറഞ്ഞാൽ KCl എങ്ങനെ അയോണൈസ് ചെയ്യുക? K+ഉം Cl- ആയിട്ട് അയോണൈസ് ചെയ്യും. I is equal to number of ion formed divided by number of molecule taken. Number of ion 1 + 1 എത്രയാ? 2 ആണ്. Number of molecule taken 1 ആണ്. 2/1 is equal to 2 ആണ്. So I കിട്ടി 2 ആണെന്ന് കിട്ടി. Number of ion formed divided by number of molecule taken. Yes. Which of the following is not a colligative property? Vapor pressure is not a colligative property. ഏതാ colligative property? Relative lowering of vapor pressure ആണ് colligative property. Elevation of boiling point ആണ് colligative property. The depression of freezing point ആണ് colligative property. Osmotic pressure ആണ് colligative property. Vapor pressure is not a colligative property. Relative lowering of vapor pressure ആണ് colligative property. മറന്നു പോയത്. State Henry's law. ഒന്നുമില്ല. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നതാണ് ഹെൻറീസ് ലോ. അത് എക്സ്റ്റേണൽ പ്രഷർ കൂടിയാൽ ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടും. അതിനെ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് ലോ. എന്താ പറയാ? ഹെൻറീസ് ലോ. ഒറ്റ പോയിന്റ് കൂടി പഠിച്ചേക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കുറയും. എന്നങ്ങ് പഠിച്ചേക്കുക. ഓക്കെ. What is abnormal molar mass? Abnormal molar mass, the molar mass calculated by colligative properties, most of the case is wrong. That is known as abnormal molar mass. Okay, due to dissociation or association. Molar mass calculated by colligative properties wrong in the case of electrolyte due to dissociation or association. മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യുകയോ മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് തെറ്റാണ് കിട്ടുക. അതിനെ വിളിക്കുന്ന പേരാണ് അബ്നോർമൽ മോളാർ മാസ്. ഹൗ ക്യാൻ ബി കറക്റ്റഡ്? അത് കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ വിളിക്കുന്ന പേരാണ് വാൻ ഹോഫ് ഫാക്ടർ അഥവാ I എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? യെസ്. വാട്ട് യു മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെയും ഒക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുക എന്ന് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദ്യമാണ്. ഓസ്മോട്ടിക് പ്രഷർ. ഏതാ ഉപയോഗിക്കുക? ഓസ്മോട്ടിക് പ്രഷർ ആണ് ഉപയോഗിക്കുക. പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? ഓസ്മോട്ടിക് പ്രഷർ. നമ്മളെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും 0.9% NaCl സൊല്യൂഷന് തുല്യമായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. നമ്മളെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും ഏത് സൊല്യൂഷനും ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആയിരിക്കണം. അതർവൈസ് ബ്ലഡ് സെൽ വിൽ ഷ്രിങ്ക് ഓർ ബ്ലഡ് സെൽ വിൽ സ്വെൽ. ബ്ലഡ് സെൽ ഷ്രിങ്ക് ചെയ്യും അല്ലെങ്കിൽ സ്വെൽ ചെയ്യും. ബ്ലഡ് സെൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഇത് പഠിക്കുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ച ഒരു കുട്ടിക്ക് 100% നിങ്ങൾക്ക് പാസ് മാർക്ക് ഉറപ്പിക്കാം. ക്ലിയർ അല്ലേ? എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യും. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ.